Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. 1.5-year-old innocent child. ഇന്നസെൻ്റ് എന്നാൽ നിഷ്കളങ്കനായ എന്നുള്ള അർത്ഥമാണ്. ചൈൽഡ് എന്ന് വെച്ചാൽ കുട്ടി. 1.5 വയസ്സ് പ്രായമുള്ള ഒരു നിരപരാധിയായിട്ടുള്ള നിഷ്കളങ്കനായ കുട്ടി ഡൈസ് മരണപ്പെടുന്നു. സാധാരണയായിട്ട് പത്രങ്ങളുടെ തലക്കെട്ടുകൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എഴുതുക. ഇവിടെ ഇത് മരിച്ചു എന്ന് വായിക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ വായിക്കണം, ഡൈസ് എന്നുള്ളത് ഡൈഡ് എന്ന് വായിക്കണം. 1.5-year-old ഇന്നസെൻ്റ് ചൈൽഡ് ഡൈഡ്. 1.5 വയസ്സ് പ്രായമുള്ള ഒരു നിഷ്കളങ്കനായ കുട്ടി മരണപ്പെട്ടു. ആഫ്റ്റർ അതിനെ തുടർന്ന് അതിന് ശേഷമാണ് മരണപ്പെട്ടത്. ഈറ്റിംഗ് ജെലി. ജെലി എന്നാൽ ഒരു മിഠായിയാണ്, അതായത് ഒരു കുഴമ്പ് രൂപത്തിലുള്ള ഒട്ടിപ്പിടിക്കുന്ന രൂപത്തിലുള്ള മിഠായിയാണ്. ഈറ്റിംഗ് എന്നാൽ ഭക്ഷിക്കുന്നു. അത്തരത്തിലുള്ള ഒരു മിഠായി ഈ കുട്ടി ഭക്ഷിക്കുന്നു. അതിനെ തുടർന്നാണ് ഈ 1.5 വയസ്സ് പ്രായമുള്ള നിഷ്കളങ്കനായ കുട്ടി മരണപ്പെട്ടത്. പാമ്പറിങ് ബിക്കെയിം ഫാറ്റൽ. പാമ്പറിങ് എന്നാൽ അർത്ഥം അമിതലാളന എന്നുള്ള അർത്ഥമാണ്. ബിക്കെയിം എന്നാൽ ആയിത്തീർന്നു. ഫാറ്റൽ എന്നാൽ പ്രാണഹരമായ, അതായത് ഈ അമിതലാളന ആയിത്തീർന്നു, ഒരു മരണമായിത്തീർന്നു, അത് ഒരു വിനാശകരമായിട്ടുള്ള ഒരു കാര്യമായിത്തീർന്നു. എ വാർണിംഗ് ഫോർ എവരി പാരൻറ്റ്. പാരൻ്റ് എന്നാൽ മാതാപിതാക്കൾ. ഓരോ മാതാപിതാക്കൾക്കും ഇതൊരു മുന്നറിയിപ്പാണ്. വാർണിംഗ് എന്നാൽ മുന്നറിയിപ്പ്. 1.5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി, നിഷ്കളങ്കനായ കുട്ടി ജെല്ലി മിഠായി കഴിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടു. ഈ അമിത ലാളന ഒരു പ്രാണരഹിതമായിട്ടുള്ള ഒരു കാര്യമായി മാറി. ഇത് എല്ലാ മാതാപിതാക്കൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇതാണ് തലക്കെട്ട്. എ കേസ് ഹാസ് കം ടു ലൈറ്റ്. ഒരു കാര്യം പുറത്തു വന്നു. ഫ്രം ദ ഡിസ്ട്രിക്റ്റ് ഷേക്കിംഗ് എവരി പാരൻറ്റ്. എല്ലാ മാതാപിതാക്കളെയും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം പുറത്തറിഞ്ഞു. ഇൻ ജഹൻഗീർപൂർ വില്ലേജ്. ഈ സ്ഥലത്താണ് സംഭവം. ദ ഫാമിലി മെമ്പേഴ്സ്. കുടുംബാംഗങ്ങൾ. ഫീഡ് എന്നതിൻ്റെ പാസ്റ്റാണ് ഫെഡ്. ഫീറ്റ് എന്നാൽ നൽകുക, ഭക്ഷണം നൽകുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ഫെഡ് നൽകി. ജെലി മിഠായി നൽകി. ടു ദയർ 1.5-year-old ഇന്നസെൻ്റ് സൺ. ഇന്നസെൻ്റ് സൺ എന്നാൽ നിരപരാധിയായ മകൻ. അവരുടെ നിഷ്കളങ്കനായ 1.5 വയസ്സ് പ്രായമുള്ള മകന് ഈ കുടുംബാംഗങ്ങൾ ഈ ജെലി മിഠായി നൽകി. ഔട്ട് ഓഫ് ലവ്. ഔട്ട് ഓഫ് എന്നാൽ ഇതുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. ഔട്ട് ഓഫ് ലവ് സ്നേഹം കൊണ്ട് അവർ ആ കുടുംബാംഗങ്ങൾ ഈ കുട്ടിക്ക് ഈ ജെലി മിഠായി നൽകി. ബട്ട് പക്ഷേ ദി സ്വീറ്റ്നെസ്, ഈ ലാളിത്യം, വാസ് ദ ലാസ്റ്റ് സ്വീറ്റ്നെസ് ഓഫ് ഹിസ് ലൈഫ്. അവൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ലാളിത്യമായിരുന്നു അത്. അവസാനത്തെ ഒരു ലാളിത്യമായിരുന്നു ഇത്. ഈ കുട്ടിക്ക് ഈ ഭക്ഷണം നൽകി അവനെ സ്നേഹിച്ചത്. സ്നേഹം കൊണ്ടാണ് ഈ കുടുംബാംഗങ്ങൾ ഈ ജെലി മിഠായി നൽകിയത്. പക്ഷെ അതെന്താണ്, അവൻ്റെ അവസാനത്തെ ഒരു ഓമനത്തമായിരുന്നു. ദ ജെലി ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ത്രോട്ട് ഓഫ് ഇന്നസെൻ്റ് ആയുഷ് ലോധി. ആയുഷ് ലോധി എന്നാണ് ഈ കുട്ടിയുടെ പേര്. സ്റ്റക്ക് എന്നാൽ ഒട്ടിപ്പിടിച്ചു. ത്രോട്ട് എന്ന് വെച്ചാൽ തൊണ്ട. ഈ ആയുഷ് ലോധി എന്ന പേരുള്ള ഈ കുട്ടിയുടെ തൊണ്ടയിൽ ഈ ജെലി മിഠായി ഒട്ടിപ്പിടിച്ചു. ആൻഡ് ഹീ സഫക്കേറ്റഡ്. സഫക്കേറ്റ് എന്നാൽ ശ്വാസം മുട്ടുക എന്നുള്ള അർത്ഥമാണ്. ആൻഡ് ഹീ സഫക്കേറ്റഡ് ആൻഡ് സെഡ് ഗുഡ് ബൈ ടു ദിസ് വേൾഡ്. അവന് ശ്വാസം മുട്ടി അവൻ ഈ ലോകത്തോട് ഗുഡ് ബൈ പറഞ്ഞു, യാത്ര പറഞ്ഞു. ദ ഫാമിലി, ഈ കുടുംബം, റഷ് ഹിം ടു ദ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഓഫ് സെഹോർ. ഈ സെഹോർ എന്നു പേരുള്ള ഈ സ്ഥലത്തെ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് അവൻ്റെ കുടുംബം, അവൻ്റെ ബന്ധുക്കൾ അവനെ പെട്ടെന്ന് കൊണ്ടുപോയി. പക്ഷേ ബൈ ദെൻ ഇറ്റ് വാസ് ടു ലേറ്റ്. പക്ഷേ അപ്പോഴേക്കും അത് വളരെ അധികം വൈകിയിരുന്നു. ദ ഡോക്ടേഴ്സ് ഡിക്ലയർഡ് ഹിം ഡെഡ്.
ഡോക്ടർമാർ അറിയിച്ചു, അവൻ്റെ മരണം ഡോക്ടർമാർ പ്രഖ്യാപിച്ചു. ദിസ് ഈസ് നോട്ട് എ നോർമൽ ആക്സിഡൻറ്റ്. ഇത് ഒരു സാധാരണമായ അപകടമല്ല. ഇറ്റ് ഈസ് എ ഡീപ്പ് വാർണിംഗ് ഫോർ എവരി പേരൻറ്റ്. ഇത് ഓരോ മാതാപിതാക്കൾക്കുമുള്ള ഒരു വളരെ തക്കതായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. ഈവൻ എ സ്മോൾ നെഗ്ലിജൻസ് ഇൻ ലവ് ക്യാൻ സ്നാച്ച് അവേ യുവർ പ്രഷ്യസ് ജം. പ്രഷ്യസ് എന്നാൽ വിലയേറിയ എന്നാണ് അർത്ഥം, അമൂല്യമായ. ജം എന്നാൽ രത്നം. ഇവിടെ ഈ കുട്ടിയെയാണ് ഉദ്ദേശിച്ചത്. സ്നാച്ച് എന്നാൽ തട്ടിപ്പറിക്കുക, തട്ടിയെടുക്കുക, ഇതൊക്കെയാണ് അർത്ഥം. നെഗ്ലിജൻസ് എന്ന് വെച്ചാൽ അശ്രദ്ധ. ഈവൻ എന്നാൽ പോലും. ഈവൻ എ സ്മോൾ നെഗ്ലിജൻസ്, ഒരു ചെറിയ അശ്രദ്ധക്ക് പോലും എന്നുള്ള അർത്ഥമാണ്. ഇൻ ലവ് എന്നാൽ സ്നേഹം കൊണ്ടുള്ള. ക്യാൻ എന്നാൽ സാധിക്കും. സ്നേഹം കൊണ്ടുള്ള ഒരു അശ്രദ്ധക്ക് പോലും നിങ്ങളുടെ വിലയേറിയ രത്നത്തെ തട്ടിയെടുക്കാൻ സാധിക്കും. ഇന്നസെൻറ്റ് ഡൈസ് ഡ്യൂ ടു സഫക്കേഷൻ. ഡ്യൂ ടു എന്നാൽ ഇന്ന കാരണത്താൽ എന്നുള്ള അർത്ഥമാണ്. സഫക്കേഷൻ എന്നാൽ ശ്വാസമുട്ടൽ. ശ്വാസമുട്ടൽ കൊണ്ട്, ശ്വാസം മുട്ടി ഒരു നിരപരാധിയായ കുട്ടി മരണപ്പെടുന്നു. ആക്ച്വലി, യഥാർത്ഥത്തിൽ കരൺ സിംഗ് ലോധി ആൻഡ് ഹിസ് ഫാമിലി, കരൺ സിംഗ് ലോധിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും ലവ്ഡ് ദെയർ 1.5 year old സൺ ആയുഷ് വെരി മച്ച്. അവരുടെ 1.5 വയസ്സ് പ്രായമുള്ള ആയുഷ് എന്ന മകനെ അവരുടെ കുടുംബം യഥാർത്ഥത്തിൽ വളരെയധികം സ്നേഹിച്ചിരുന്നു, നന്നായി സ്നേഹിച്ചിരുന്നു. ദ ഫാമിലി ഗേവ് ഹിം ജെലി ടു ഈറ്റ് ടു മേക്ക് ഹിം ഹാപ്പി. ദ ഫാമിലി ഗേവ്, ആ കുടുംബം നൽകി, ഹിം അവന്, ആ കുട്ടിക്ക്, ജെലി മിഠായി, ടു ഈറ്റ് കഴിക്കാൻ വേണ്ടി, ടു മേക്ക് ഹിം ഹാപ്പി അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബം അവന് ജെല്ലി മിഠായി കഴിക്കാൻ നൽകി. ആസ് സൂൺ ആസ് ആയുഷ് എയ്റ്റ് ദ ജെലി. ആസ് സൂൺ ആസ് എന്നാൽ ഉടനെ തന്നെ എന്നുള്ള അർത്ഥമാണ്. ഈ ജെലി മിഠായി ആയുഷ് കഴിച്ചതും, എയ്റ്റ് എന്നാൽ കഴിച്ചു എന്നാണ് അർത്ഥം. ഹി സഡൻലി, അവൻ പെട്ടെന്ന്, സ്റ്റാർട്ടഡ് ക്രൈങ് കരയാൻ ആരംഭിച്ചു, ആൻഡ് സ്റ്റാർട്ടഡ് ട്രൈങ് ടു ബ്രീത്ത് ലൗഡ്ലി. ബ്രീത്ത് എന്നാൽ ശ്വസിക്കുക, ലൗഡ്ലി എന്നാൽ ഉച്ചത്തിൽ. അവൻ ഈ ജെല്ലിമിഠായി ആയുഷ് കഴിച്ചതും ഉടനെ തന്നെ അവൻ കരയാൻ ആരംഭിച്ചു. അവൻ ഉച്ചത്തിൽ ശ്വസിക്കാനും ആരംഭിച്ചു. ദ ഫാമിലി മെമ്പേഴ്സ് ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് ഹാപ്പനിങ്. ആ കുടുംബാംഗങ്ങൾക്ക് മനസ്സിലായില്ല. ദ ഫാമിലി മെമ്പേഴ്സ് ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, ആ കുടുംബാംഗങ്ങൾക്ക് മനസ്സിലായില്ല വാട്ട് വാസ് ഹാപ്പനിങ്, എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായില്ല. ബട്ട് എന്നാൽ, വെൻ ദ ചൈൽഡ്സ് കണ്ടീഷൻ സ്റ്റാർട്ടഡ് ഡിറ്റീറിയറേറ്റിംഗ്. ഡിറ്റീറിയറേറ്റ് എന്നാൽ വഷളാകുക എന്നുള്ള അർത്ഥമാണ്. കണ്ടീഷൻ എന്ന് വെച്ചാൽ കണ്ടീഷൻ എന്നാൽ അവസ്ഥ. ബട്ട് വെൻ ദ ചൈൽഡ്സ് കണ്ടീഷൻ സ്റ്റാർട്ടഡ് ഡിറ്റീറിയറേറ്റിംഗ് റാപ്പിഡ്ലി. റാപ്പിഡ്ലി എന്നാൽ പെട്ടെന്ന്. എന്നാൽ ഈ കുട്ടിയുടെ അവസ്ഥ പെട്ടെന്ന് വഷളാകാനായിട്ട് ആരംഭിച്ചു. ദേ റഷ് ഹിം ടു ദ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അവർ പെട്ടെന്ന് അവനെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോയി. എന്താണ് സംഭവിക്കുന്നത് എന്ന് ആ കുടുംബത്തിന് മനസ്സിലായില്ല. പക്ഷേ ആ കുട്ടിയുടെ അവസ്ഥ പെട്ടെന്ന് വഷളാകാനായിട്ട് ആരംഭിച്ചു. അവർ പെട്ടെന്ന് തന്നെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് അവനെ കൊണ്ടുപോയി. ആസ് സൂൺ ആസ് ഹി റീച്ച്ഡ് ദ ഹോസ്പിറ്റൽ. അവൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയതും ദ ഡോക്ടേഴ്സ് ഡിക്ലെയർഡ് ആയുഷ് ഡെഡ്. ഈ ആയുഷ് മരിച്ചതായിട്ട് ഡോക്ടർമാർ പ്രഖ്യാപിച്ചു. ഇൻവെസ്റ്റിഗേഷൻ റിവീൽഡ് ദാറ്റ്. അന്വേഷണം തെളിയിച്ചു ദ ജെല്ലി വാസ് സ്റ്റക്ക് ഇൻ ദ ചൈൽഡ്സ് ത്രോട്ട് ആൻഡ് ഡ്യൂ ടു ദാറ്റ് ഹി ഹാഡ് ട്രബിൾ ബ്രീത്തിങ്. അന്വേഷണത്തിൽ ഇതാണ് കണ്ടെത്തിയത്, ആ ജെല്ലി മിഠായി ആ കുട്ടിയുടെ തൊണ്ടയിൽ കുടുങ്ങി, അതുകൊണ്ട് അവന് ശ്വാസതടസ്സം ഉണ്ടായിരുന്നു. ഡ്യൂ ടു ദാറ്റ് എന്നാൽ അതുകൊണ്ട് എന്നുള്ള അർത്ഥം. ആ കാരണത്താൽ. സ്റ്റക്ക് എന്നാൽ അകപ്പെട്ട്, ഒട്ടിപ്പിടിച്ചു. ത്രോട്ട് എന്ന് വെച്ചാൽ തൊണ്ട. ട്രബിൾ എന്നാൽ ബുദ്ധിമുട്ട്. ട്രബിൾ ബ്രീത്തിങ് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്. ദി ഇന്നസെൻറ്റ് ഡൈഡ് ഡ്യൂ ടു സഫക്കേഷൻ. ഈ നിഷ്കളങ്കനായ കുട്ടി ഈ ശ്വാസം തടസ്സം കാരണം, ശ്വാസം മുട്ടൽ മൂലം മരണപ്പെട്ടു.